അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുള്ള വണ്ടികളെല്ലാം മാക്സിമം വില കുറച്ചിട്ട് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഈ V3 തന്നെ കേറുമ്പോൾ തന്നെ ഇരിക്കുന്ന V3 അല്ല, അങ്ങനെയാണ് നമുക്ക് V3 തന്നെ ഓഫറിൽ കൊടുത്തേക്കാം. ഡോമിനോർ ഇതും വില കുറവാണ്. ഇത് നമുക്കൊരു ഓഫറിൽ കൊടുത്തേക്കാം. 2024 മോഡൽ വണ്ടിയാണ്. ആ വണ്ടി നമുക്ക് ചെറിയൊരു ഓഫർ റേറ്റിന് കൊടുക്കാം. എന്തോ സ്പെഷ്യൽ റേറ്റ് തരാന്ന് എന്നോട് ആദ്യമേ പറഞ്ഞായിരുന്നു. പറഞ്ഞ വണ്ടികളെല്ലാം നമ്മൾ മറ്റൊരു സ്ഥലത്ത് കൊടുക്കുന്നതിനേക്കാളും റേറ്റ് കുറച്ച് ഇപ്പൊ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്കൊരു ഓഫർ റേറ്റിൽ കൊടുക്കാം. ഇതും എല്ലാം ഇന്ന് ഓഫർ പ്രൈസ് ആണോ? ഈ വണ്ടിക്ക് നമുക്ക് നല്ലൊരു റേറ്റിൽ കൊടുക്കാം. 45,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ 2, 3, 4 വണ്ടികൾ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. കൂടുതലും മൈലേജ് വണ്ടികളും സ്കൂട്ടേഴ്സുകളാണ് ഇവിടെ ഉള്ളത്. റേറ്റ് പറഞ്ഞ വണ്ടികളൊക്കെ നമ്മൾ പുറത്ത് വെച്ചേക്കണം അല്ലേ. കുറച്ച് സ്കൂട്ടേഴ്സ് ഉണ്ട്. ഡിയോ ഇരിക്കുന്നുണ്ട്. ഏതാ മോഡല്? CT1 ഒരു നിര തന്നെ ഉണ്ട് നമുക്ക്. 2024 മോഡൽ വണ്ടിയാ. ഇവിടെ ഒരു സ്റ്റാഫിന് ആവശ്യമുണ്ട്. ഒരു സ്റ്റാഫിനെ നോക്കുന്നുണ്ട്. സെയിൽസിലോട്ട് തന്നെ എടുക്കുന്നത്. പിന്നെ വീഡിയോയും കൂടെ ചെയ്യാൻ കഴിവുള്ള ചെറുക്കന്മാരാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പ്രിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ എയർ ഓഫിൽ വന്ന ആളാണെങ്കിൽ മാക്സിമം ശമ്പളത്തിലൊക്കെ നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പോൾ ഒരു യൂസ്ഡ് ബൈക്ക് ഷോറൂമിന്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. വേറെ എവിടെയല്ല, മോട്ടോബി അല്ലേ? മോട്ടോബി കെന്നഡി മുക്കിലുള്ള എറണാകുളം ജില്ലയിലെ കെന്നഡി മുക്ക് പൈപ്പ് റോഡല്ലേ, മരൊട്ടിച്ചോറുള്ള കെന്നഡി മുക്കിലുള്ള മോട്ടോബി എന്ന യൂസ്ഡ് ബൈക്ക് ഷോറൂമിലെ ഗൈസ് ഞാൻ ഉള്ളത്. അപ്പൊ എന്റെ ഇപ്പോൾ ഉള്ളത് ഷാരിഖാണ്. കൈ തന്നാർന്നല്ലേ? വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഷാരിഖ് ആദ്യമായിട്ട് തന്നെ അല്ലേ? അത് നമ്മുടെ വീഡിയോയിൽ സ്ഥിരം തന്നെ അമലുണ്ട്. അമല് ലീവ് അവര് ഇന്നലെ വരാൻ പറഞ്ഞ ലീവ് എടുത്തേക്കണം, കാണണമല്ലേ? അപ്പൊ നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. അത്യാവശ്യം പുതുവർഷം കഴിഞ്ഞെങ്കിലും ഒരുപാട് വണ്ടികൾ നമ്മൾ പുതിയ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. വണ്ടികൾ വരാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുള്ള വണ്ടികളെല്ലാം മാക്സിമം വില കുറച്ചിട്ട് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ എല്ലാ വണ്ടികളും മാക്സിമം വില കുറച്ചിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ മാക്സിമം വില കുറച്ചുള്ള വീഡിയോ ആണ്. അപ്പൊ നമുക്ക് നോക്കാൻ നേരത്തെ ഷോറൂമിന്റെ അകത്ത് ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. കുറച്ച് മൈലേജ് വണ്ടികളും സ്കൂട്ടേഴ്സും പുറത്തുണ്ട്. കമ്പ്യൂട്ടർ സെഗ്മെന്റ് വണ്ടികളുണ്ട്, സ്കൂട്ടേഴ്സ് ഉണ്ട്, അത്യാവശ്യം പ്രീമിയം ബൈക്സ് വരുന്നുണ്ട്, ചെറിയ സ്പോർട്സ് നേക്കഡ് ബൈക്സ് വരുന്നുണ്ട്. എല്ലാ ടൈപ്പ് ബൈക്സും നമ്മുടെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഓൾ കേരള ഫിനാൻസ് ഉണ്ട്. ഓൾ കേരള ഫിനാൻസിന്റെ ഡോക്യുമെന്റ് പറയുകയാണെങ്കിൽ ആധാർ കാർഡ്, പാൻ കാർഡ് മതിയില്ലേ? ആധാർ കാർഡ്, പാൻ കാർഡ്. പിന്നെ എമൗണ്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ലാൻഡ് ടാക്സും കൂടെ വരും. ഒന്നിന് മേലേക്ക് ആണെങ്കിൽ ഡെലിവറി ഓപ്ഷൻ ഉണ്ടോ? ഡെലിവറി ഓപ്ഷനും ചെയ്യാം നമുക്ക്. കേരള എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്യാം. പിന്നെ അത് ദൂരം കൂടുന്നതനുസരിച്ച് ചെറിയൊരു ഡെലിവറി ചാർജും കൂടെ വരും. ദൂരം കൂടുന്നതനുസരിച്ച് ഡെലിവറി ചാർജ് വരും. അപ്പൊ നമുക്ക് വണ്ടികൾ പരിചയപ്പെടാം. നമുക്ക് അകത്തുനിന്ന് കുറച്ച് സ്പോർട്സ് സെഗ്മെന്റ് വണ്ടികളൊക്കെ പരിചയപ്പെട്ടിട്ട് പുറത്തേക്ക് പോകാം അല്ലേ? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അകത്തേക്ക് പോകാൻ നേരത്ത് തട്ടി വീഴരുത്, കണ്ണടയൊക്കെ വെച്ചേക്കുണ്ട്. അപ്പൊ നമുക്ക് ഇത്ര വണ്ടികൾ അകത്തിരിക്കുന്നുണ്ട് അല്ലേ? ആദ്യം നമുക്കൊരു ഓഫർ വണ്ടി ഏതാണ്? ഈ V3 തന്നെ കേറുമ്പോൾ തന്നെ ഇരിക്കുന്ന V3 അല്ല, അങ്ങനെയാണ് നമുക്ക് V3 തന്നെ ഓഫറിൽ കൊടുത്തേക്കാം. നല്ല ഓഫറാണോ? 2020 മുതലുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 36,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഫൈനൽ നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഡീൽ ചെയ്യാം. ഫൈനൽ റേറ്റ് ആണ് പറയുന്നത്. ഫൈനൽ റേറ്റ് പറയുന്നത്. 4,000 കുറച്ച് കൊടുക്കണം ആൾക്കാർ വരുമ്പോ. അപ്പൊ 1 ലക്ഷം രൂപയാണ് 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് 36,000 കിലോമീറ്ററോടെ V3ക്ക് വരുന്ന വില. ഏകദേശം ഒരു 30 രൂപ താഴെ 30 ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റും. 20,000 ഡൗൺ പേയ്മെന്റ്. അതായത് വണ്ടിയുടെ വില കുറക്കുമ്പോൾ ഡൗൺ പേയ്മെന്റും സ്വാഭാവികമായിട്ട് കുറയുന്നതാണ്. അടുത്തൊരു തത്തമ്മപ്പച്ച എന്ന് പറഞ്ഞാൽ തത്തപ്പച്ച കളർ ഡൊമിനോർ ഇതും വില കുറവാണ്. ഇത് നമുക്കൊരു ഓഫറിൽ കൊടുത്തേക്കാൻ. 2024 മോഡൽ വണ്ടിയാണ്. 15,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. പുതിയ ടയറും കാര്യങ്ങളെല്ലാം പുത്തൻ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഫൈനൽ ഒരു 2 ലക്ഷം രൂപയ്ക്ക് 2,15,000 രൂപ നമ്മൾ പ്രൈസ് കോട്ട് ചെയ്തിരിക്കുന്നത്. 2 രൂപയ്ക്ക് നമുക്ക് 2 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഫിനാൻസ് കയറും എത്ര വരും? ഫിനാൻസ് ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് 50 രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അടുത്ത NS 200 2024 ഏറ്റവും ലേറ്റസ്റ്റ് ഷേപ്പ് NS 200 ലേറ്റസ്റ്റ് സാധനം വരുന്ന വണ്ടിയാണ്. അത് വരുമ്പോ 2024 മുകളിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ. അത് വരുമ്പോ നമുക്കൊരു 1,45 നമുക്ക് ഫൈനൽ സെറ്റ് ചെയ്യാം. 1,40 ഫൈനൽ കൊടുക്കുന്നതാണ്. അതും നിസ്സാര ഡൗൺ പേയ്മെന്റ്, ഒരു 30 രൂപ ഡൗൺ പേയ്മെന്റിലൊക്കെ. ഞാൻ ഡൗൺ പേയ്മെന്റ് കുറച്ച് കൂട്ടി പറയുന്നത് വേറെ ഒന്നും അല്ല. ഇൻ കേസ് നിങ്ങൾ 30 രൂപ തൊട്ട് കിട്ടിയില്ലെങ്കിൽ നിരാശപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഡിപ്പെൻസ് ഓൺ സിബിൽ സ്കോർ ആണ് എല്ലാ വണ്ടിക്കും, എവിടെ നിന്ന് വണ്ടി എടുത്താലും വരുന്നത്. നല്ല സിബിൽ സ്കോർ ഉള്ളവരാണെങ്കിൽ 15,000 രൂപ. അതുകൊണ്ട് നമ്മളത് ഒരു മീഡിയം റേഞ്ച് പറഞ്ഞു പോവാം. ഓക്കെ, അടുത്തത് ഡ്യൂക്ക് ഏതാ മോഡൽ? 2024 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് തന്നെ 250 Gen 3 ആണ്. 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, എന്ത് വില? ആ വണ്ടി നമുക്ക് ചെറിയൊരു ഓഫർ റേറ്റിന് കൊടുക്കാം. ഈ വണ്ടി മാത്രമല്ല എല്ലാ വണ്ടിക്കും ഓഫറാണ്. എല്ലാ വണ്ടിക്കും ഓഫർ ഉണ്ട്. എന്താണ് ഓഫർ? ന്യൂ ഷേപ്പ് വണ്ടിക്ക് കുറച്ചധികം മാർക്കറ്റ് കുറവുള്ളതുകൊണ്ട് തന്നെ നമ്മളും വണ്ടിയുടെ മാർക്കറ്റ് ഇടിച്ച് തന്നെ നമുക്ക് വണ്ടിയുടെ റേറ്റ്. മാർക്കറ്റ് കുറഞ്ഞ വണ്ടിക്ക് നമ്മൾ മാർക്കറ്റ് വില പിന്നെയും കുറച്ച്. എന്താണ് ആ മാർക്കറ്റ് വില? ആ വണ്ടി നമുക്ക് ഒരു 1,90,000 രൂപയ്ക്ക് കൊടുക്കാം. 24 മുകളിൽ വണ്ടിയാണ്. 11,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 250 അല്ലേ? 250. 1,90,000 250 ആണ്. ഏകദേശം 50 രൂപ ഏകദേശം ഡൗൺ പേയ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. വണ്ടിയുടെ വില അനുസരിച്ച് ചിലപ്പോൾ KTM കുറച്ച് കയറാൻ കുറച്ച് മടിയുണ്ടെന്നാണ് ഫിനാൻസുകാർക്ക് അല്ലെ.
അടുത്തത് 200 2024 തന്നെ 24 മോഡല്. ഓ 24 തന്നെ ആകെ 3500 കിലോമീറ്റർ. അതെന്തോ സ്പെഷ്യൽ റേറ്റ് തരാന്ന് എന്നോട് ആദ്യമേ പറഞ്ഞായിരുന്നു വന്നപ്പോ. മറ്റു സ്ഥലങ്ങളിൽ കൊടുക്കണേക്കാട്ടി കുറച്ച് നമുക്ക് കൊടുക്കണ്ടേ മാക്സിമം? ഈ പറഞ്ഞ വണ്ടികളെല്ലാം നമ്മൾ മറ്റു സ്ഥലത്ത് കൊടുക്കുന്നതിനേക്കാളും റേറ്റ് കുറച്ച് ഇപ്പൊ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ പ്ലാറ്റ്ഫോമിലും നോക്കാം. അത് തന്നെ 2024 മോഡൽ വണ്ടി ആകെ 3700 കിലോമീറ്റർ ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ. 3700 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആ വണ്ടി നമുക്കൊരു ഫൈനല് 170 സെറ്റ് ചെയ്യാം. 170 ഫൈനലാണ്. എന്നാലും ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് കൂടെ 3000 കിലോമീറ്ററോടെ വണ്ടി ആയതുകൊണ്ട് എടുത്ത് എനിക്കൊന്നും പറയേണ്ടതില്ല. ടയറും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പിന്നെ സ്ക്രാച്ച് കാർഡിന്റെ അവിടെ ചെറിയൊരു സ്ക്രാച്ച് വരുമല്ലോ, അതാണല്ലോ കാർഡിന്റെ അതിന്റെ ആവശ്യം വരുന്നത് ചെറുതായിട്ട്. അതൊന്നും പ്രശ്നമൊന്നുമില്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വണ്ടി എല്ലാം പക്ക മോഡലാണ്, പക്ക വണ്ടിയാണ്. സോറി, അടുത്തത് തൊട്ടപ്പുറത്ത് തന്നെ 2022 മോഡൽ. അത് 200 അല്ലേ? 22 മോഡൽ 200 എന്ത് വില കൊടുക്കും? 22 മോഡൽ 200 നമുക്കൊരു 1,40,000 രൂപയ്ക്ക് സെറ്റ് ചെയ്യാം. 1,40,000 രൂപക്ക്. ഇന്ന് 40 നല്ല വിലയാണ്, കുഴപ്പമില്ല. അപ്പോൾ 1,40 പറയുമ്പോൾ അതും ഏകദേശം ഒരു 40 രൂപ, ഏകദേശം 40 30 രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്യാം നമുക്ക്. അത്യാവശ്യം നല്ല കസ്റ്റമർ ആണെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി അതും 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ 0 ഡൗൺ പേയ്മെന്റ് എടുത്ത് പറഞ്ഞിട്ട് ഇനി കിട്ടിയില്ലെങ്കിൽ പ്രശ്നം വരണ്ട. ഇത് 0 ഡൗൺ പേയ്മെന്റ് ചെയ്യാൻ അത്യാവശ്യം സിവിലും കാര്യങ്ങളുള്ള കസ്റ്റമർ ആണെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തത് പൾസർ 125 അല്ലേ? 125 ഏതാ മോഡല്? 2022 മോഡലാണ്. 22 മോഡല്. ഏകദേശം എത്ര ഓടി ഉണ്ടാവും? കിലോമീറ്റർ ഒരു 30,000 29,000 കിലോമീറ്റർ എടുത്ത വണ്ടി. കിലോമീറ്റർ വണ്ടി വില നമുക്ക് അതൊരു 62,000 രൂപയ്ക്ക് ഫൈനൽ സെറ്റ് ചെയ്യാം. 62,000 എന്ന് പറയുമ്പോൾ ഫിനാൻസ് കിട്ടുന്നതാണ്. ഏകദേശം നിസാര ഡൗൺ പേയ്മെന്റ് മതിയാവും. നമുക്ക് 2000 എത്ര മുതൽ കിട്ടും? ഇപ്പൊ വർഷം 18 മുതൽ ഫിനാൻസ് കിട്ടുന്നുണ്ട്. അപ്പൊ 62,000 രൂപയുടെ വണ്ടിക്ക് അടുത്തത് 150 പൾസർ 2019 മോഡല് സിംഗിൾ ഓണർഷിപ്പ്. ഇതും ഏകദേശം ഒരു 29,000 കിലോമീറ്റർ 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എന്ത് വില? എക്സാക്ട് കിലോമീറ്റർ നോക്കണമെങ്കിൽ നമുക്ക് നോക്കാം. നോക്കിയോളൂ. 10,374 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏകദേശം പറഞ്ഞ കറക്റ്റ് ആയിട്ടുണ്ട്. എന്ത് വില വരും? ഈ വണ്ടി വരുമ്പോൾ നമുക്ക് ഒരു 55 രൂപയ്ക്ക് പറ്റും. വെറും 55,000 രൂപയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പോ 55 ആയതുകൊണ്ട് ഒരു 10 രൂപയൊക്കെ നമുക്ക് ചിലപ്പോൾ ഇറക്കാൻ പറ്റും. 10 രൂപയ്ക്ക് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്തത് ഒരു RC ഇരിക്കുന്നുണ്ടല്ലോ, 2024 മോഡൽ RC 200. RC 200 2024 പുതിയ വണ്ടിയാണ്. നല്ല സ്പെഷ്യൽ കളറാണ്. അപ്പൊ എന്ത് വില വരും ഇതിന്? ഇത് നമുക്കൊരു ഓഫർ റേറ്റ് കൊടുക്കാം. ഇതും എല്ലാം ഇന്ന് ഓഫർ പ്രൈസ് ആണോ? അപ്പോൾ ലോ കിലോമീറ്റർ ആയിരിക്കും. ഇത് ലോ കിലോമീറ്റർ തന്നെയാണ്. ഇതും ഏകദേശം 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 9,000 കിലോമീറ്റർ ആണ്. അപ്പൊ കിലോമീറ്റർ എടുത്ത് ചോദിക്കുന്ന ആൾക്കാർക്ക് കിലോമീറ്റർ 12,000 കിലോമീറ്റർ. എന്ത് വരും വില? ഈ വണ്ടി നമുക്കൊരു ആലോചിച്ചിട്ട് കുറച്ചിട്ട് പറഞ്ഞു മതി. സമയമുണ്ട്, ഇഷ്ടംമാതിരി സമയമുണ്ട്. ആ വണ്ടി നമുക്കൊരു ഓഫർ റേറ്റിൽ തന്നെ. ഓഫർ റേറ്റ് ഒക്കെ നോക്കിയാണ്, ലൈവായിട്ട് ഓഫർ റേറ്റ് നോക്കിയാണ്. അപ്പൊ ആളിപ്പോ OLX എടുത്തിട്ടുണ്ട്. OLX നിങ്ങളുടെ തന്നെ നോക്കണത്. നമ്മൾ ഇട്ടിരിക്കുന്ന പ്രൈസ് നോക്കുന്നത് അതിന് കുറച്ച് കൊടുക്കണമല്ലോ. ഞാനും നോക്കണ്ടില്ല എത്ര കിടക്കണേന്ന്. ഒരു 1,85 കിടക്കണം. നമുക്കൊരു 1,70 വണ്ടി സെറ്റ് ചെയ്യും. 1,70 5,000 നമ്മുടെ ആൾക്കാർക്ക് കുറച്ചിട്ടുണ്ട്. 1,70 ഫൈനൽ റേറ്റ് ആണ് ഈ വണ്ടിയുടെ. അതൊരു സ്പെഷ്യൽ ഓഫർ വരുന്നുണ്ട്. 2024 വണ്ടി മോഡൽ വണ്ടിയാണ്. 1,70,000 രൂപയ്ക്ക് ഫൈനൽ നമുക്ക് ഡീൽ ചെയ്യാം. 24 മോഡലാണ് 1,70 കിട്ടുന്നത്. ഇതും 40 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഷോറൂമുകളിലും കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് വന്നാൽ മതി. യെസ്, വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. 24 വണ്ടിയല്ലേ ഇതിപ്പോ ഇവിടെ ഏതായിരിക്കണത്? ഡ്യൂക്ക് 125 2019 മോഡൽ. അത്യാവശ്യം ഡിമാൻഡുള്ള വണ്ടി. എക്സ്ട്രാ കുറച്ച് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ വൈസർ വെച്ചിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. പക്ക നീറ്റ് കമ്പനി സർവീസ് ഫുൾ ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. എന്ത് വില വരും? ഈ വണ്ടി നമുക്കൊരു 1,5 ഫൈനൽ സെറ്റ് ചെയ്യാം. 1,5 എന്ന് പറയുമ്പോൾ ഒരു 30 രൂപ താഴെ 20 രൂപ മതിയാവുന്നതാണ്. ഏകദേശം 20,000 ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ്. നല്ല വണ്ടിയാണ്. അപ്പോൾ RTR 164 ഇരിക്കുന്നുണ്ട്. ഏതാ മോഡല്? 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് തന്നെ. 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. 36,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വെറും 36,000 കിലോമീറ്റർ വണ്ടിയാണ്ടാ. എന്ത് വില വരും? ഇത് നമുക്ക് ഫൈനൽ ഒരു 65 രൂപയ്ക്ക് സെറ്റ് ചെയ്യാം. ഫൈനൽ 65,000 ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് 15 രൂപ ഡൗൺ പേയ്മെന്റ്. പിന്നെ വീഡിയോ ഇടയിൽ കാണുന്നവരോട് പറയാനുള്ളത് നമ്മുടെ കയ്യിൽ വേറെ കുറച്ച് വണ്ടീസ് ഇരിക്കുന്നുണ്ട്. സ്കൂട്ടേഴ്സും മൈലേജ് വണ്ടികളും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അതിൽ പെട്ടൊരു സ്കൂട്ടർ ഇപ്പൊ എത്തിയിട്ടുണ്ട് ഇവിടെ. എൻടോർക്ക് ഏതാ മോഡൽ? ഇത് 2020 മോഡൽ. 2020 മോഡൽ വണ്ടി. അത്യാവശ്യം നീറ്റ് വണ്ടിയാ. ആകെ ഒരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ 3rd ഓണർഷിപ്പാ. അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് നമുക്ക് നല്ലൊരു റേറ്റ് കൊടുക്കാം. 45,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി സെറ്റ് ചെയ്യാം. 20 മോഡൽ 2020 മോഡൽ 45,000 ഒക്കെ ഉണ്ട്. ഓണർഷിപ്പ് നോക്കാതെ എടുക്കുന്നവരാണെങ്കിൽ നല്ല റേറ്റ്. ഓണർഷിപ്പ് നിങ്ങൾക്ക് ഒരു വിഷയം അല്ലെങ്കിൽ ഏകദേശം മാർക്കറ്റിൽ ഒരു 55 രൂപയുടെ അടുത്ത് മാർക്കറ്റ് റേറ്റ് ഉള്ള വണ്ടിയാണ്. 10,000 രൂപ കുറച്ച് നമുക്ക് 45,000 രൂപയ്ക്ക് സെറ്റ്. നമ്മൾ ആ ഒരു ഓണർഷിപ്പിന്റെ റേറ്റ് കുറച്ചിട്ടുണ്ട് കേട്ടോ, അല്ലാതെ അങ്ങനെ പറയുന്നില്ല. 2020 മോഡൽ 3rd ഓണർഷിപ്പ്. ഏകദേശം എത്ര കിലോമീറ്റർ? 39,000 കിലോമീറ്റർ. റേസ് എഡിഷൻ വണ്ടിയാണ്. 45 അല്ലേ? 45 രൂപ ഫൈനൽ ആണോ? ഫൈനൽ റേറ്റ് ആണ്. അതിലൊരു 10 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാം.
ബാക്കി ഫിനാൻസ് തരാം. അടുത്തത് NS മഞ്ഞ കളർ. NS നമ്മുടെ 2, 3, 4 വണ്ടികൾ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ഒരെണ്ണം നമുക്ക് ഉണ്ടായിരുന്നു 160 ഉണ്ടായിരുന്നു. അല്ല അത് 200 തന്നെയാണ്. 200 ആണ് പുതിയത്. ഓക്കെ. 200. ഇത് ഏതാ മോഡൽ മഞ്ഞ? ഇത് 2019 BS4. അത്യാവശ്യം മാർക്കറ്റില് കിങ് ആണോ? കിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BS4 വണ്ടിക്ക് അത്യാവശ്യം ഡിമാൻഡ് കൂടുതലാണ്. അപ്പൊ നമ്മുടെ വില എന്താണ് വരുന്നത്? നമുക്ക് 2019 വണ്ടി ആകെ 22,000 കിലോമീറ്റർ ഓയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് 95,000 രൂപ ഡീൽ ചെയ്യാനാണ്. വെറും 95,000 രൂപ. 95,000 രൂപയാണ് വണ്ടിയുടെ വില വരുന്നത്. അതും ഏകദേശം ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ചെയ്യാം. 10 രൂപ 15 രൂപ ഡൗൺ പേയ്മെന്റ്. അടുത്ത വീണ്ടും NS ഏതാ മോഡൽ? 2022 മോഡൽ വണ്ടിയാണ്. എന്ത് വില? ആ വണ്ടി നമുക്ക് 1,15 സെറ്റ് ചെയ്യാം ഫൈനൽ. 2022 മോഡൽ 1,15. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 1,15 സെറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഒരു 20 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റും. പിന്നെ 20 രൂപ ഏകദേശം. അടുത്തത് NS പുതിയതല്ലേ? അത് 2024 മോഡൽ. ഓക്കെ. എന്ത് വരും വില? അതും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 1,45 ആസ്കിങ്. 1,40 നമുക്ക് സെറ്റ് ചെയ്യാം. 1,40 ഫൈനൽ കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയല്ലേ? ഇതൊക്കെ സിംഗിൾ അല്ലേ? എല്ലാ സിംഗിൾ ഓണർഷിപ്പ് വണ്ടികളെല്ലാം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ആകെ ഒരു വണ്ടി ഉള്ളൂ നമ്മൾ ഓണർഷിപ്പ് പറയുന്നതാണ്. എക്സ്ട്രീം അല്ലേ പുതിയത്? 24 മോഡൽ എക്സ്ട്രീം 6,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. വെറും 6,000 കിലോമീറ്റർ ഓടിയ 2024 മോഡൽ എക്സ്ട്രീം സിംഗിൾ ഓണർഷിപ്പ്. നമ്മുടെ വില എത്ര വരും? ആ വണ്ടി നമുക്കൊരു 88,000 രൂപയ്ക്ക് സെറ്റ് ചെയ്യാം. 88,000 രൂപ കൊടുക്കാം. അപ്പൊ ഇതും ഒരു 20 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ അടുത്തത് വീണ്ടും അത് 2023 പൾസറിന് N150 അത്യാവശ്യം ഡിമാൻഡുള്ള മോഡലാണ്. N150 എന്ത് വില കൊടുക്കും നമ്മള്? അത് ഫൈനൽ നമുക്കൊരു 98 രൂപയ്ക്ക് കൊടുക്കും. 98, 1 ലക്ഷത്തി താഴെ. 98,000 രൂപയാണ് ചോദിക്കുന്നത്. 1,60 അടുത്ത് ഓൺ റോഡ് പ്രൈസ് ഉള്ള വണ്ടി വരുന്നുണ്ട്. 2023 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ വണ്ടിയാണ്. അടുത്തത് യൂണിക്കോൺ 2023. ഇത് 16,000 കിലോമീറ്റർ ഒക്കെ ആയിരിക്കും. 16,000 കിലോമീറ്റർ 2023 അല്ലേ? അപ്പൊ ഓക്കെയാണ്. 2023 16,000 കിലോമീറ്റർ ഓടിയ ഹോണ്ട യൂണിക്കോൺ. എന്ത് വില? 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ. ഇത് അത്യാവശ്യം വില ഉണ്ടോ വണ്ടിക്ക്? പുതിയ ഇതിനെന്ത് വരുന്നുണ്ട്? 1,60 ഏകദേശം ഇത്രയും വരുന്നുണ്ട്. അപ്പൊ 1 ലക്ഷം രൂപയാണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പൊ ഇതും ഏകദേശം ആ ഒരു 20-25 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ വണ്ടികളാണ്. ഓൾമോസ്റ്റ് അങ്ങനെ ചെയ്യാം. അടുത്ത N160 ഏതാ മോഡല്? N160 2024 മോഡല്. എന്ത് വില വരും? ഇത് നമുക്കൊരു 1,10 സെറ്റ് ചെയ്യാം. 1,10 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓണർഷിപ്പ് വണ്ടി ഏകദേശം 1,74,000 75,000 കൊണ്ട് പുതിയ വണ്ടിക്ക് വരുന്നുണ്ട്. ഓൺ റോഡ് മാർക്കറ്റ് വരുന്നത്. നമ്മുടെ 1 ലക്ഷം രൂപ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പൊ ഈ വണ്ടി 10 ആസ്കിംഗ് ഫൈനൽ നമുക്ക് 1 രൂപ. എല്ലാ വണ്ടിക്കും കുറച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പുറത്തേക്ക് പോയിട്ട് പുറത്ത് വണ്ടി നോക്കിയാലോ? ഓക്കെ. പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് കൂടുതലും മൈലേജ് വണ്ടികളും സ്കൂട്ടേഴ്സുകളാണ് ഇവിടെ ഉള്ളത്. റേറ്റ് കുറഞ്ഞ വണ്ടികളൊക്കെ നമ്മൾ പുറത്ത് വെച്ചേക്കണം അല്ലേ? പെട്ടെന്ന് എടുത്തുണ്ടോട്ട് ആൾക്കാർ. അപ്പൊ നമുക്ക് എങ്ങനെ പോകണം? ഇങ്ങനെ പോലെ പെട്ടെന്ന് തീർക്കാം. ഓക്കെ. ഒരു XC ഇരിക്കുന്നുണ്ട്. ഏതാ മോഡല്? 2023 V3 വെർഷൻ 3 23 മോഡല്. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ അല്ലേ? ഏകദേശം പറഞ്ഞേക്കാം. 20,000 കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത് ഇന്നലെ വന്നിട്ടേ ഉള്ളൂ. വാശി പോലും ചെയ്തിട്ടില്ല വണ്ടി. വാശി പോലും ചെയ്തിട്ടില്ല. നമ്മളെ വണ്ടി കൊടുക്കാൻ പോകണം. എന്ത് വില? ഇത് നമുക്കൊരു ഫൈനൽ 1 ലക്ഷം രൂപയ്ക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് 1 ലക്ഷം രൂപ അല്ലേ? 1 ലക്ഷം രൂപയിൽ 20,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ്. അടുത്തത് ഗ്ലാമർ എക്സ്റ്റെക് 2022 മോഡൽ. സിംഗിൾ ആണോ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എന്ത് വില വരും? ഇത് നമുക്കൊരു 68 രൂപയ്ക്ക് കൊടുക്കാം. 68 വെറും 68,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പൊ ഇതും ഏകദേശം ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ്. ഇനി കുറച്ച് സ്കൂട്ടേഴ്സ് ഉണ്ട്. ഡിയോ ഇരിക്കുന്നുണ്ട്. ഏതാ മോഡല്? 2018 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വില നമുക്കൊരു 48 രൂപയ്ക്ക് ഫൈനൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. 48,000 രൂപ കേട്ടോ വണ്ടിയുടെ വില വരിക്കുന്നത്. ഫിനാൻസ് കിട്ടുന്നതാണ്. വീണ്ടും ഡിയോ 2023-24 രജിസ്ട്രേഷൻ വണ്ടി. ആകെ 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഈ വണ്ടി നമുക്കൊരു 82,000 രൂപ ആസ്കിങ് 72,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ഡീൽ ചെയ്യാം. അപ്പൊ വെറും 71,000 രൂപയാണ്. 78 സോറി എനിക്ക് പറയുമ്പോഴാണ് 78 78 എന്നുള്ളത് ചിലപ്പോ 77 ആവും, 75 ആവും അല്ലെ? കുറഞ്ഞു നോക്കാം നമുക്ക്. ഞാൻ പറഞ്ഞാണ്. നല്ല വണ്ടിയാണ്. അടുത്തത് ഇതാണ് നമ്മൾ കുറഞ്ഞ വണ്ടി. വണ്ടി ഇത് 2019 മോഡല്. ലേഡീസിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽ വണ്ടിയാണ്. വില കുറച്ച് കൊടുക്കുന്നുണ്ട്. വില കുറച്ച് 2019 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് 36,000 രൂപയ്ക്ക് ഫൈനൽ ഡീൽ ചെയ്യാം. 36 കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഫിനാൻസ് കിട്ടുന്നതാണ്. ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റുന്ന 5,000 രൂപ 10,000 ഡൗൺ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ. ഈ അവിനസ് ഇരിക്കുന്നുണ്ട് 2023. അത് നമുക്കൊരു ഫൈനൽ ഒരു 70 രൂപയ്ക്ക് സെറ്റ് ചെയ്യാം. സുസുക്കിയുടെ അവിനസ് 70,000 രൂപ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇതും ആ ഒരു 20 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ നല്ലൊരു SP 125 ഇരിപ്പുണ്ട്. വണ്ടിയാണ് SP. SP 125 അത്യാവശ്യം മാർക്കറ്റ് ഉള്ള വണ്ടി. അത്യാവശ്യം മൈലേജും കാര്യങ്ങളെല്ലാം നോക്കുന്ന മിഡ് റേഞ്ചിലുള്ള എല്ലാവർക്കും
70 ഏകദേശം ഒരു 60-65 മൈലേജ് കിട്ടും. എന്ത് വില വരും? ഇതൊരു 68,000 രൂപയ്ക്ക് ഫൈനൽ ഡീൽ ചെയ്യാം. ഫൈനൽ ഡീൽ 68 ഫൈനൽ എന്ന് പറയുന്നതിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും കുറച്ച് കൊടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അല്ലെ? എന്തിനൊക്കെ കുറക്കണ്ടേ? പിന്നല്ലാതെ വീഡിയോ വരുന്ന കസ്റ്റമർക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ കുറച്ച് കൊടുക്കും. അപ്പൊ നിങ്ങൾ പ്രത്യേകം വീഡിയോ കണ്ടിട്ടാണെന്ന് വിളിച്ച് പറയണം. അപ്പൊ ആ വീഡിയോയിലുള്ള റേറ്റ് ആണ്. അപ്പൊ ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും OLX-ലും വളരെ വ്യത്യാസം ഉണ്ടാവും എല്ലാ റേറ്റിനും. അപ്പൊ ഫസ്റ്റ് തന്നെ നിങ്ങൾ വില പറയുമ്പോൾ ആളെടുത്തില്ലെങ്കിൽ മറ്റാൾക്ക് മനസ്സിലാണെങ്കിൽ വീഡിയോയിലെ വില എന്ന് പറയണം അല്ലേ? യെസ്. അടുത്ത CT 110X. CT 110X ഒരു നിര തന്നെ ഉണ്ട് നമുക്ക്. 2024 മോഡൽ വണ്ടിയാ. നമുക്ക് ഒരു ഫൈനൽ ഒരു 60 രൂപയ്ക്ക് കൊടുക്കാം. 10,000 കിലോമീറ്റർ കേട്ടോ. 10,000 കിലോമീറ്റർ ആകെ പോയിട്ടുള്ളൂ. വെറും 60,000 രൂപയ്ക്ക് നല്ല പുതിയ വണ്ടി ഇരിക്കുന്നു കേട്ടോ. പിന്നെ 2023 വണ്ടിയുണ്ട്. 23 110. ഈ വണ്ടി നമുക്ക് കുറച്ച് റേറ്റ് കുറച്ച് കിട്ടിയ വണ്ടിയാ. അതുകൊണ്ട് നമുക്ക് റേറ്റ് കുറച്ച് കൊടുത്തേക്കാം. എന്താ റേറ്റ്? ഈ വണ്ടി 2023 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ. ഈ വണ്ടി ഒരു 50,000 രൂപ കൊടുക്കും. 50,000 ഏകദേശം 30,000 താഴെ കിലോമീറ്റർ 20 സംതിങ് ആണ് നടക്കുന്നത്. അടുത്ത റൈഡർ TVS-ന്റെ 2023 മോഡല് സിംഗിൾ ഓണർഷിപ്പ്. 30,000 കിലോമീറ്റർ ഉള്ളൂ. അത്യാവശ്യം കുഞ്ഞു വണ്ടിയാണ്. ഇത് നമുക്കൊരു 80,000 രൂപയ്ക്ക് ഫൈനൽ ഡീൽ ചെയ്യാം. 80,000 രൂപയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അതും ഫിനാൻസ് കിട്ടുന്നതാണ്. ഏകദേശം ഒരു 25 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. 25 രൂപ ഡൗൺ പേയ്മെന്റ്. അടുത്തത് TVS-ന്റെ റേഡിയോണാ. TVS-ന്റെ റേഡിയോൺ സിംഗിൾ ഓണർഷിപ്പ് 2022 മോഡൽ വണ്ടിയാണ്. കുറെ ഇറങ്ങുന്നുണ്ട്. റൈഡർ, റേഡിയോൺ അങ്ങനെ കുറെ സിംഗിൾ ഓണർഷിപ്പ് പറയുന്ന എല്ലാ വണ്ടികളും നമ്മുടെ ഓണർഷിപ്പ് എടുത്തു പറയുന്നില്ല. ഇത് വരുമ്പോ നമുക്ക് ഒരു 60,000 രൂപയ്ക്ക് ഫൈനൽ സെറ്റ് കൊടുക്കാം. 60,000 രൂപ നമുക്ക് ഫൈനലായിട്ട് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് റേഡിയോൺ. അടുത്ത CT 125X ഇരിക്കുന്നുണ്ട്. CT 125X ഇരിപ്പുണ്ട്. അത് വരുമ്പോ 2023 മോഡലാ. ആ വണ്ടി നമുക്കൊരു ഓഫർ പ്രൈസ് കൊടുത്തേക്കാം. 55,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുത്തേക്കാം. എല്ലാ വണ്ടി ഓഫർ പ്രൈസിലായതുകൊണ്ട് നമ്മൾ ഓഫർ പ്രൈസ് എടുത്ത് പറയുന്നില്ല. 55,000 രൂപയാണ്. അടുത്ത് വീണ്ടും CT 110X ഇരിക്കുന്നുണ്ട്. റെഡ് 2022 വണ്ടി. ഇത് ഒരു 43,000 രൂപയ്ക്ക് നമുക്ക് കൊടുത്തേക്കാം. 12,000 കിലോമീറ്റർ ആണ്. 43 ആണ് വണ്ടിക്ക് വരുന്നത്. അപ്പൊ ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്തത് CT 110X ഇരിക്കുന്നുണ്ട്. 2023 തന്നെ 10,000 കിലോമീറ്റർ. 10,000 കിലോമീറ്റർ. എന്ത് വില? ഈ വണ്ടി നമുക്ക് ആ വണ്ടിയുടെ സെയിം റേറ്റിൽ തന്നെ കൊടുത്തേക്കാം. അതെത്രയാണ്? ഞാൻ മറന്നു. 55 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 55 രൂപയ്ക്കാണ് വണ്ടി കൊടുക്കുന്നത്. അപ്പൊ അടുത്തത് ഒരു സ്കൂട്ടറാണ്. മാസ്റ്റർ എഡ്ജ് 2019. എന്ത് വില? 38,000 രൂപയ്ക്ക് ഫൈനൽ ഡീൽ ചെയ്യാം. 38,000 രൂപയാണ് വണ്ടിക്ക് വില വരുന്നത്. ഫിനാൻസ് കിട്ടുന്നതാണ്. അടുത്തത് 23 മോഡൽ CT Activa 125 സിംഗിൾ ഓണർഷിപ്പ്. എന്ത് വില വരും? ഈ വണ്ടി നമുക്ക് ഒരു 78 രൂപയ്ക്ക് കൊടുക്കാം. 28,000 രൂപ. വീഡിയോ കണ്ടു വരുന്ന കസ്റ്റമർക്ക് ഫൈനൽ നമുക്ക് 76,000 രൂപയ്ക്ക് കൊടുക്കാം. വീഡിയോ കണ്ടു നിങ്ങൾക്ക് 2,000 രൂപ കുറച്ച് 76,000 രൂപ വരുന്നതാണ്. ജൂപ്പിറ്റർ ഏതാ മോഡല്? 2023 മോഡല്. 25,626 കിലോമീറ്റർ. കൊള്ളാലോ നമ്പർ. 25626. ഫാൻസി നമ്പർ. എന്ത് വില? ഈ വണ്ടി ഇന്നലെ വന്നിട്ടേ ഉള്ളൂ. ഈ വണ്ടി നമുക്ക് ഒരു 75 രൂപയ്ക്ക് ഫൈനൽ ഡീൽ ചെയ്ത് കൊടുക്കാം. 75,000 രൂപ കൊടുക്കാം. അടുത്തത് ആക്റ്റീവ് അല്ലേ? ജൂപ്പിറ്റർ 2021 കിലോമീറ്റർ. ഇതിൽ നോക്കിയപ്പോ മനസ്സിലായില്ല കേട്ടോ. എന്ത് വില കൊടുക്കും? ഈ വണ്ടി നമുക്ക് ഒരു 58,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 58,000 കൊടുക്കാം. ഏകദേശം 20,000 കിലോമീറ്റർ വണ്ടിയാണ്. 15 ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മുടെ ഇപ്പൊ ഏകദേശം 50 അത്രയും വണ്ടി ഉണ്ടാവും. 55 വണ്ടിയുടെ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ നാട്ടിൽ നമുക്ക് ഷോറൂം ഉണ്ട്. അതെവിടെ ഷോറൂം വരും? നമുക്ക് ഈരാറ്റൂരിൽ നമുക്ക് ഷോറൂം ഉണ്ട്. അവിടെയാണ് നമ്മുടെ കൂടുതലും ഷോറൂം ഉണ്ട്. നമ്മൾ അറിഞ്ഞില്ലല്ലോ. നമ്മളെ വിളിക്കാം. അവിടെ നിന്നാണ് കൂടുതലും ഡീലേഴ്സിന് വണ്ടി കൊടുക്കുന്നത് കാര്യങ്ങളെല്ലാം. ഇവരെനിക്ക് ആദ്യം ഞാൻ പറയാം ഡീലർ റേറ്റിൽ അത്യാവശ്യം വണ്ടികൾ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വില കുറച്ച് കൊടുക്കുന്നത്. അപ്പൊ അവിടെ ഇവിടെ ആയിട്ട് ഏകദേശം 100ഓളം വണ്ടികൾ ഉണ്ടാവും. അവിടെ ഒരു 100 വണ്ടി അവിടെ മാത്രം സ്റ്റോക്ക് അവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ കാണാത്ത വണ്ടി അവിടെയും, അവിടെ കാണാത്ത വണ്ടി ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാത്ത വണ്ടിയിൽ ഏത് വണ്ടി വേണമെങ്കിലും നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മള് സെറ്റ് ആയി കൊടുക്കുന്നതാണ്. പിന്നെ അത് കൂടാതെ നിങ്ങളെ വണ്ടി വിൽക്കാനുണ്ടെങ്കിലും എടുക്കും. നല്ല പ്രൈസിന് എടുക്കും. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഉണ്ട്. എന്നെ ആദ്യമേ പറഞ്ഞെന്ന് വിചാരിച്ചാണ്. നമുക്കത് ആദ്യമേ ട്രെയിലറിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു സ്റ്റാഫിന് ആവശ്യമുണ്ട്. നമുക്ക് പോണ മിക്ക സ്ഥലങ്ങളിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട്. പല സ്ഥലങ്ങളിൽ സ്റ്റാഫ് വീഡിയോ എടുക്കാനും വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ അറിയാവുന്നവർക്കാണ് പ്രിഫറൻസ് കൂടുതൽ നമ്മൾ കൊടുക്കുന്നത്. അതായത് സെയിൽസ് സ്റ്റാഫിലേക്കാണോ എടുക്കുന്നത്? സെയിൽസിലോട്ട് തന്നെ എടുക്കുന്നത്. പിന്നെ വീഡിയോയും കൂടെ ചെയ്യാൻ കഴിവുള്ള ചെറുക്കന്മാരാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പ്രിഫറൻസ് ഉണ്ട്. അതായത് ഇവിടെ വണ്ടി സെയിൽ ചെയ്യുക, അതിന്റെ ഒപ്പം പുതിയ വണ്ടി വരുമ്പോൾ അതിന്റെ സ്പെക്സും കാര്യങ്ങളും റീൽസും കാര്യങ്ങളൊക്കെ നിൽക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ നമുക്ക് കുറച്ച് ശമ്പളമൊക്കെ കൂട്ടി കൊടുക്കാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ എയർ ഓഫിൽ വന്ന ആളാണെങ്കിൽ മാക്സിമം ശമ്പളത്തിലൊക്കെ നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അവതരിക്കാൻ പറ്റുന്ന അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് നിൽക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത്. ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയില് പൈപ്പ് ലൈൻ മരോട്ടിച്ചോട് കെന്നഡിമുക്കിലുള്ള മോട്ടോബി എന്നാണ് ഷോറൂമിന്റെ പേര് വരുന്നത്. അപ്പൊ വിളിക്കാനുള്ള നമ്പറും കാര്യങ്ങളും കൊടുത്തേക്കാം. നിങ്ങൾക്ക് രാവിലെ 10 മണി തൊട്ട് രാത്രി ഒരു 9 മണിയൊക്കെ വിളിക്കാം. അതിനുശേഷം വിളിക്കുന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു മതി അല്ലേ? നമ്പറും കാര്യങ്ങളും കൊടുത്തേക്കാം. അപ്പൊ ഷാരിഖ് ബ്രോ, താങ്ക് യു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ കൊടുത്തേക്ക്. ബൈ. ഓക്കെ.